ഹലോ, അസ്സലാമു അലൈക്കും. എളുപ്പത്തിലും രുചികരമായും തയ്യാറാക്കാവുന്ന ഹെൽത്തിയായ തക്കാളി ഗോതമ്പ് ദോശയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈ ഗോതമ്പ് ദോശ നമുക്ക് രാത്രി വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി മീഡിയം സൈസ് 3 തക്കാളിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളിക്കയാണ്. ഇത് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കി എടുത്ത ഈ തക്കാളിക്ക. ഇതിൻ്റെ കാമ്പ് നമ്മൾ മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞിട്ട് ഓരോ തക്കാളിക്കായും 4 കഷ്ണം വീതം ആക്കണം. അപ്പം 150 ഗ്രാം വരും. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി 1/2 ടീസ്പൂൺ കൊടുക്കാം. പക്ഷേ എൻ്റെ കൈവശം അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ദാണ്ട ഒരു ബൗള് ടൊമാറ്റോ പ്യൂരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഈ 1.5 കപ്പ് ഗോതമ്പ് മാവെന്ന് പറയുമ്പം 1/4 കിലോ ഗോതമ്പ് മാവ് വരും. ഞാൻ ഈ ബൗളിലാണ് അളന്നെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇനി ഈ 1.5 കപ്പ് വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കൊത്തി അരിഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഈ 1.5 കപ്പ് എന്ന് പറയുന്ന ഈ ബൗളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ 1.5 കപ്പ് വെള്ളം, 1.5 കപ്പ് ഗോതമ്പ് മാവ്, 1 കപ്പ് ടൊമാറ്റോ പ്യൂരി. ഇതാണ് കറക്റ്റ് അളവ്. ഇത് മറന്നു പോരുതേ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുക. എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഒരു ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ദോശക്കല്ല് വെച്ചിട്ട്, നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒന്ന് തേച്ച് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് അത് വൃത്തിയാക്കുക. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കുക. മീഡിയം സൈസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ശരിയാവത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ആകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ. നല്ലെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് ഗോതമ്പ് ദോശ. സവാളയുടെ ഒക്കെ മണം, ഇങ്ങനെ നല്ലെണ്ണയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ദേ കണ്ടോ, റെഡിയായി കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റുക. ഇതേപോലെ അടുത്ത ദോശയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു ഹെൽത്തി ഫുഡാണ്. നമുക്കിത് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അതിൻ്റെ കൂടെ ഇതുണ്ട്, ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടെ നല്ലതാണ്. ഞാൻ പച്ചമുളക് ചമ്മന്തി അരച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മതി നമുക്ക് കഴിക്കാൻ. ഇതെടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പോലെ ഒടിഞ്ഞു പോകത്തില്ല. ഇതേ കണ്ടോ, നല്ല അടിപൊളി ദോശയാണ് ഗോതമ്പ് ദോശ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ആകുമ്പം പിന്നെ പറയുകയും വേണ്ട. നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. പുതിയ വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.